dear students, അപ്പോൾ ഇപ്പോൾ എല്ലാവരും എക്സാംസിൻ്റെ തിരക്കിലാണ്. ബോർഡ് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ +2 റിസൾട്ട് അങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ ഇൻട്രസ്റ്റ്, അതനുസരിച്ച് തന്നെ നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുക. കാരണം ഈ +2 കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന കോഴ്സാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഏതിനാണോ പഠിക്കാൻ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കോഴ്സസ് ചൂസ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതായത് ഈ മറൈൻ ഫീൽഡിലേക്ക്, അതായത് മെർച്ചൻ്റ് നേവി ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മെർച്ചൻ്റ് നേവി ഓഫീസർ ആവുക, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യമായിട്ട് ഈ മെർച്ചൻ്റ് നേവിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇതിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് 2 തരത്തിൽ നമുക്ക് ഇതിലേക്ക് ചേരാനായിട്ട് സാധിക്കും. അതായത് ഒന്ന് +2 കഴിഞ്ഞ് 2 BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു 1 ഇയർ ഡിപ്ലോമയുണ്ട്. അതെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു മെറൈൻ ഫീൽഡിലേക്ക് പോകാനായിട്ട് പറ്റും. +2 സയൻസ് ഗ്രൂപ്പ് എടുത്തൊരു കുട്ടിക്ക് 2 കോഴ്സസിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കോഴ്സ് എടുക്കാനായിട്ട് പറ്റും. +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത കുട്ടിക്ക് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗും രണ്ടാമത്തേത് BSc നോട്ടിക്കൽ സയൻസും. ഈ പറഞ്ഞ 2 കോഴ്സസിലേക്കും പ്രവേശിക്കണമെങ്കിൽ IMU അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന അവരുടെ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. IMU CET കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന IMU തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. ഇത് എഴുതി അതിൽ പാസ്സായതിനു ശേഷം മാത്രമേ ഈ പറയുന്ന 2 കോഴ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 2025 ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അവരവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ത്യയിൽ IMUവിന് 6 ക്യാമ്പസുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചെന്നൈയിലുണ്ട്, കൊൽക്കട്ട, മുംബൈ പോർട്ട്, നവി മുംബൈ, വിശാഖപട്ടണം, പിന്നെ നമ്മളുടെ കൊച്ചിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അഫിലിയേറ്റഡും നോൺ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഇതിൽ വരുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസും അല്ല, ചിലയിടത്ത് ഈ ഒരു മറൈൻ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലും ഈ ഒരു IMU കണ്ടക്ട് ചെയ്യുന്ന ഈ എൻട്രൻസ് എക്സാം എഴുതി നമുക്ക് കയറാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 25 വയസ്സും OBC കാറ്റഗറിയിലുള്ള ആൾക്ക് 28 വയസ്സ് വരെയും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് 30 വയസ്സ് വരെയും ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഫീമെയിൽസിൽ വരുമ്പോൾ ഫീമെയിൽസിന് 27 വയസ്സ് വരെയും, OBC കാറ്റഗറിയിലുള്ള ആൾക്ക് 30 വയസ്സ് വരെയും, അതുപോലെ തന്നെ SC ST കാറ്റഗറിക്ക് 32 വയസ്സ് വരെയും ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഓരോ കാറ്റഗറിയിൽ 2 വർഷത്തെ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ +2 സയൻസ് ഗ്രൂപ്പ് ആയിരിക്കണം എടുത്തിരിക്കുന്നത്. അതായത് +2 പഠിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റിൽ ആവറേജ് 60% അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ മിനിമം 50% സ്കോർ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഐസൈറ്റിൻ്റെ പവറിൻ്റെ ചില കാര്യങ്ങൾ ഇവർ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. അതായത് BSc ഇൻ നോട്ടിക്കൽ സയൻസിനും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിനും അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഒരു കണ്ണിൽ ഐസൈറ്റ് 6/6ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ണിൽ മിനിമം 6/9 എങ്കിലും ഉണ്ടായിരിക്കണം. ഓൾ ഇന്ത്യ ലെവലിൽ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് IMU CET എക്സാം എന്ന് പറയുന്നത്. ഇതിന് കേരളത്തിൽ തന്നെ 7 എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് അലോട്ട് ആവുന്നത് നിങ്ങൾക്ക് അവിടെ പോയി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടായിരിക്കുക. ഇംഗ്ലീഷും ആപ്റ്റിറ്റ്യൂഡും +2 സിലബസിൽ നിന്നുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്ട്സിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് ഒരു തെറ്റുത്തരത്തിന് 0.25 എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മാർക്ക് ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ +2 എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഈ മെർച്ചൻ്റ് നേവി വിഭാഗത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഉടനെ തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക. ഒന്നും ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് മാറ്റി വെക്കാതിരിക്കാൻ നോക്കുക. അതായത് നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് മാറ്റി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം അവിടെ ചിലപ്പം വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പം സൈറ്റുകൾ ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെക്കാതെ നിങ്ങൾ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ പോയി രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും. +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്ട്സ് എല്ലാം നിങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളിങ്ങനെ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു പ്രിപ്പറേഷനിൽ കൂടെ ഈ ഒരു മെർച്ചൻ്റ് നേവിയുടെ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ക്യൂറീസ്
ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൽഫയുടെ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. IMU CET റിലേറ്റഡ് മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ അഗെയിൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എക്സാം ഡേറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഫോം ഫില്ല് ചെയ്യേണ്ട എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങളും എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ അഗെയിൻ ആൻഡ് അഗെയിൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് എല്ലാം മറക്കാതെ കാണാനായിട്ട് നോക്കുക. അപ്പം ഈ ഒരു മെർച്ചൻ്റ് നേവി വിഭാഗം സ്വപ്നം കാണുന്ന ഏതൊരു കുട്ടിക്കും എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.